തലസ്ഥാനമായ ലക്നൌവിലെ അലിഗഞ്ചിൽ കോച്ചിംഗ് സെന്റർ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ വൻ തീപിടുത്തത്തിൽ വിദ്യാർത്ഥികളടക്കം 15 പേർ മരിച്ച ദുരന്തമുണ്ടായി. നിരവധി പേർക്ക് ഗുരുതര പരിക്കേറ്റു. കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന മൃഗാശുപത്രിയിൽ ഉണ്ടായിരുന്ന മൃഗങ്ങളും ചത്തു. രണ്ടാഴ്ചക്കിടെ രാജ്യത്തെ വൻ നഗരങ്ങളിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ തീപിടുത്തമാണ് ലക്നൌവിലേത്. രണ്ടാഴ്ച മുൻപ് സൗത്ത് ഡൽഹി മാളവ്യ നഗറിലെ ഹോട്ടലിൽ വൻ തീപിടുത്തമുണ്ടായി. വിദേശികൾ ഉൾപ്പെടെ 23 പേരാണ് വെന്തു മരിച്ചത്. ഹോസ്റാണിയിലെ 5 നിലയുള്ള ഫ്ലഷ് സ്റ്റേ ഹോട്ടലിന്റെ താഴത്തെ നിലയിലെ റെസ്റ്റോറന്റിൽ നിന്നാണ് തീ പടർന്നത്. ഇടുങ്ങിയ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഹോട്ടലിനകത്തേക്കും പുറത്തേക്കും പോകാൻ ഒരു വാതിൽ മാത്രം ഉണ്ടായിരുന്നത് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. ഡൽഹിയിലെ തന്നെ തുഗ്ലക്കാബാദിലുണ്ടായ തീപിടുത്തത്തിൽ 3 പേർ മരിച്ച സംഭവവും ഇതിനിടെയുണ്ടായി. തുഗ്ലക്കാബാദ് എക്സ്റ്റൻഷനിൽ മധ്യമാർഗിലെ ബഹുനില കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. സംഭവത്തിൽ 3 പേർ മരിച്ചു. ബീഹാറിലെ മുസാഫർപൂരിൽ പ്രസാദ് ആശുപത്രിയിൽ ഉണ്ടായ വൻ തീപിടുത്തത്തിൽ 5 രോഗികളാണ് ശ്വാസം മുട്ടിയും പൊള്ളലേറ്റും മരിച്ചത്. നമ്മുടെ നഗരങ്ങളും മേഖലകളും വളരെ വേഗത്തിൽ വളരുമ്പോഴും കെട്ടിടങ്ങളും ജനസാന്ദ്രതയും വർദ്ധിക്കുമ്പോഴും അഗ്നിശമന സംവിധാനത്തിലും മറ്റും പോരായ്മയുണ്ടാകുന്നുവെന്നാണ് ഈ അപകടങ്ങൾ നൽകുന്ന സൂചന. മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിലും മുന്നറിയിപ്പുകൾ പരിഗണിക്കുന്നതിലും ഗുരുതര അലംഭാവവും നിലനിൽക്കുന്നു. അതോടൊപ്പം കർശന നടപടിയെടുക്കേണ്ട ഉദ്യോഗസ്ഥ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് വൻ വീഴ്ചകൾ ഉണ്ടാകുന്നതും അപകടങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. മാളവ്യ നഗറിലെ കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടാകുന്നതിന് 5 മാസം മുൻപ് കോടതി പുറപ്പെടുവിച്ച ഉത്തരവുകളും സുരക്ഷാ മാനദണ്ഡങ്ങളും ലംഘിച്ചതായി അപകടം നടന്നതിനു ശേഷം വിവരം പുറത്തുവന്നത് ഇതാണ് തെളിയിക്കുന്നത്. രാജ്യതലസ്ഥാന നഗരത്തിലെ ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ലോഡ്ജുകൾ, മറ്റ് താമസ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലെ അഗ്നിസുരക്ഷാ ചട്ടങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ അടിയന്തരമായി പരിഹരിക്കണമെന്നായിരുന്നു ഡൽഹി ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു തുടർ നടപടിയും ഉണ്ടായില്ല. നിർമ്മാണത്തിന് അനുമതി നൽകുമ്പോഴും പൂർത്തീകരിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് നൽകുമ്പോഴും മതിയായ മാനദണ്ഡങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും പാലിച്ചിട്ടുണ്ടോ എന്ന പരിശോധനയിലും അലംഭാവമുണ്ടായെന്നും ഇതിന് ഉന്നത സ്വാധീനവും ഭരണ ഒത്താശയും കാരണമായെന്നുമുള്ള ആരോപണങ്ങളും ഉയരുകയുണ്ടായി. എല്ലാ കെട്ടിടങ്ങൾക്കും ഗ്രാമനഗര വ്യത്യാസമില്ലാതെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് നിർബന്ധവും നിയമപരമായി നിഷ്കർഷയുമുള്ളതാണെങ്കിലും അവ പാലിക്കുന്നതിൽ കെട്ടിട ഉടമകൾ അലംഭാവവും ഉത്തരവാദിത്തപ്പെട്ടവർ കടുത്ത അനാസ്ഥയും കാണിക്കുന്നുവെന്നത് വസ്തുതയാണ്. നഗരങ്ങളിലെ തീപിടുത്തങ്ങൾ സാധാരണയായി വൈദ്യുതീകരണ സംവിധാനത്തിലെ പോരായ്മകൾ, അനധികൃത നിർമ്മാണം, താങ്ങാനാകാത്ത തിരക്ക്, അഗ്നിസുരക്ഷാ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം എന്നിവ കാരണത്താലാണ് സംഭവിക്കുന്നത്. വൻകിട ഇടത്തരം നഗരങ്ങളിലും മറ്റിടങ്ങളിലുമായി ഉണ്ടാകുന്ന ചെറുതും വലുതുമായ തീപിടുത്തങ്ങൾ കാരണം രാജ്യത്ത് പ്രതിദിനം 35ഓളം ജീവൻ അപഹരിക്കുന്നുവെന്നാണ് കണക്ക്. തീപിടുത്ത മരണങ്ങളിൽ 40%-ലധികം സംഭവിക്കുന്നത് മാർക്കറ്റുകൾ, ഫാക്ടറികൾ, വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലാണ്. നഗരങ്ങളിലെ വാണിജ്യ കേന്ദ്രങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഏകദേശം 70% വയറിംഗ് തകരാറുകൾ, ഷോർട്ട് സർക്യൂട്ടുകൾ അല്ലെങ്കിൽ അമിത വൈദ്യുത ഭാരം എന്നിവയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ചെറുകിട ഇടത്തരം വാണിജ്യ കെട്ടിടങ്ങളിൽ 60%-ലധികവും സാധുതയുള്ള അഗ്നി നിയന്ത്രണ സർട്ടിഫിക്കറ്റുകളോ സുരക്ഷാ ഉപകരണങ്ങളോ ഇല്ലാതെ പ്രവർത്തിക്കുന്നുവെന്നും കണ്ടെത്തുകയുണ്ടായി. ഈ കാരണങ്ങൾ പരിശോധിച്ചാൽ തന്നെ പല ദുരന്തങ്ങളും മനുഷ്യനിർമ്മിതമാണെന്ന നിഗമനത്തിലെത്താൻ പര്യാപ്തമാണ്. വീഴ്ച വരുത്തുന്ന കെട്ടിട ഉടമകൾക്ക് നേരിയ പിഴകളും കോടതി നടപടികളിലെ കാലതാമസവും മറ്റൊരു കാരണമാണ്. അതുകൊണ്ട് തന്നെ കർശന നടപടികൾ ഉണ്ടായെങ്കിൽ മാത്രമേ ഇത്തരം ദുരന്തങ്ങൾ പരമാവധി കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അഗ്നിശമന സംവിധാനങ്ങൾ പരിശോധിച്ച് നിരാക്ഷേപ പത്രം നൽകുന്ന പ്രക്രിയ ഡിജിറ്റൽ സംവിധാനത്തിലാക്കുകയും പ്രതിമാസ പരിശോധന നിർബന്ധമാക്കുകയും ചെയ്യുക. കൂടുതൽ പേർ ഇടപഴകുന്ന എല്ലാ കെട്ടിടങ്ങൾക്കും ഒന്നിലധികവും മതിയായ വീതിയുമുള്ളതുമായ കവാടങ്ങളും അഗ്നിരക്ഷാവാതിലുകളും സഞ്ചാരമാർഗങ്ങളും ഉണ്ടെന്ന് ഉറപ്പാക്കുക. ഇതിൽ പരാജയപ്പെടുന്ന കെട്ടിടങ്ങൾ അടച്ചുപൂട്ടുക. വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടികൾക്ക് നിയമപരമായ വ്യവസ്ഥകൾ ഉണ്ടാക്കുക തുടങ്ങിയ ശക്തമായ നടപടികളിലൂടെ തീപിടുത്ത ദുരന്തങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കുന്നതിന് സാധിക്കുമെന്ന ശുപാർശകൾ ഉണ്ടായിരുന്നു. ഓരോ ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ ഈ നിർദ്ദേശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ പൊടിപൊടിക്കുകയും പിന്നീട് വിസ്മൃതിയിലാകുകയും ചെയ്യുകയുമാണ് പതിവ്. അതിൽ നിന്ന് വിപരീതമായ നിർദ്ദേശങ്ങൾ എല്ലാ സമയത്തും പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ എല്ലാ ഭരണ സംവിധാനങ്ങളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണം.